കെ.പി.സി.സിയെ നയിക്കാൻ വീണ്ടും കണ്ണൂരിന്റെ കരുത്ത്. കണ്ണൂർ ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചപ്പോൾ കിട്ടിയ സംഘടനാ കരുത്താണ് കെ. സുധാകരന് പിൻഗാമിയായി കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനുള്ളത്. സുധാകരൻ ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കണ്ണൂരിൽ ഡി.സി.സി പ്രസിഡന്റായത് എന്നതും ശ്രദ്ധേയമാണ്. ജന്മം കൊണ്ട് ഇടുക്കി തൊടുപുഴക്കാരനാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. കർമ്മം കൊണ്ട് തനി കണ്ണൂർകാരനും. ഉളിക്കലിലേക്ക് കുടിയേറി എത്തിയ സണ്ണി ജോസഫ് മലയോര ജനതയുടെ പ്രധാന നേതാവായി മാറിയത് കെ. സുധാകരന്റെ കൂടി പിൻബലത്തിലാണ്. സുധാകരന്റെ കണ്ണൂരിലെ വലം കൈയായി അറിയപ്പെട്ട നേതാവായിരുന്നു സണ്ണി ജോസഫ്. 2001 കെ. സുധാകരൻ ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് സുധാകരൻ കൊണ്ടുവന്നത് സണ്ണി ജോസഫിനെ. അവിടുന്ന് മുതലാണ് കോൺഗ്രസിലെ പ്രധാന നേതാവായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാറിയതും. സംഘാടക പാഠവും ഏവരെയും ചേർത്ത് നിർത്താനുള്ള കഴിവും തന്നെയാണ് സണ്ണി ജോസഫ് എം.എൽ.എ വേറിട്ട് നിർത്തിയതും. 2011 കെ. ശൈലജയെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തി. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും സണ്ണി ജോസഫിന് തിരിഞ്ഞുനോക്കേണ്ടി വന്നില്ല. 14 വർഷമായി പേരാവൂരിന്റെ എം.എൽ.എ. കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് സണ്ണി ജോസഫ് എം.എൽ.എ പ്രതികരിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ എ. കെ. ആന്റണി മുതൽ കെ. സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ എനിക്ക് കോൺഗ്രസിൻ്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അനുഭവ സമ്പത്തുള്ള, കരുത്തുള്ള, വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സഹപ്രവർത്തകരുടെ ടീമാണ് കെ.പി.സി.സിക്കുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് മുതിർന്ന നേതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ, ഉപദേശ നിർദ്ദേശങ്ങളിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. 21 വർഷത്തിന് ശേഷമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിന് കെ.പി.സി.സി പ്രസിഡന്റിനെ ലഭിക്കുന്നത്. പാർട്ടിയുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ കരുത്താണ് ക്രൈസ്തവ വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ കരുത്തായി ഹൈക്കമാൻഡ് കണ്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനവുമായി പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. സ്വതന്ത്ര ഏജൻസിയും ഒരു മുന്നറിയിപ്പ് പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നു. കാസിയുടെ രൂപീകരണവും കോൺഗ്രസ് ഭയത്തോടെയാണ് കണ്ടത്. ഇതിന്റെയെല്ലാം പ്രതിഫലനമാണ് കെ. സുധാകരനെ മാറ്റിയുള്ള തിടുക്കത്തിലുള്ള പ്രഖ്യാപനത്തിന് പിന്നിൽ. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.